നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോവ്. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. എമർജൻസി റെസ്പോൺസ് സാനിറ്റേഷൻ യൂണിറ്റ് പരിശീലന സംവിധാനം ഉദ്ഘാടനം കില ആസ്ഥാനത്ത് നിർവഹിച്ച് മന്ത്രി എം പി രാജേഷ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജാഗ്രത സമിതി പ്രവർത്തന മികവിന് വനിതാ കമ്മീഷൻ പുരസ്കാരം നേടി ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്. കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡിന്റെ ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കില ആസ്ഥാനത്ത് തൃശൂർ നഗര ഡിസൈൻ ദി പ്ലേ സിറ്റി പ്രദർശനം മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കിലയിൽ സംഘടിപ്പിച്ച കുടുംബശ്രീ സംസ്ഥാനതല സാഹിത്യ ശില്പശാല സർഗം കവി കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. എമർജൻസി റെസ്പോൺസ് സാനിറ്റേഷൻ യൂണിറ്റ് പരിശീലന സംവിധാനം സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. തൃശൂരിലെ കില ആസ്ഥാനത്താണ് ഉദ്ഘാടനം നടന്നത്. ദ്രവമാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് സുരക്ഷിത തൊഴിൽ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പരിശീലനം നൽകുന്നതിനാണ് ഈ സംവിധാനം. വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടും കിലയും സംയുക്തമായാണ് ശുചീകരണ തൊഴിലാളികൾക്കുള്ള പരിശീലനം നൽകുക. കിലയിലെ സെന്റർ ഫോർ ഇന്നോവേഷൻസ് ആൻഡ് ലോക്കൽ ഇക്കണോമിക്സ് ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശീലന സംവിധാനം ഒരുങ്ങുന്നത്. ഡ്രെയിനേജ്, ദ്രവമാലിന്യം, ശുചീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശുചീകരണ തൊഴിലാളികൾക്കുള്ള സ്ഥിരം സംവിധാനമാണ് കിലയിലേത്. ശുചീകരണ തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള സുരക്ഷാ ഉപകരണങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ നഗരസഭകളിലെയും ശുചീകരണ തൊഴിലാളികളെയും പരിശീലിപ്പിക്കാനാണ് കില ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിട ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രജിസ്ട്രേഷൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ എൻ എ നെല്ലിക്കുന്ന്, എം രാജഗോപാലൻ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, ഇ ചന്ദ്രശേഖരൻ, ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ തുടങ്ങിയവർ സംബന്ധിച്ചു. 5.3 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 14,795 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ 3 നില കെട്ടിടം 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രോജക്റ്റ് ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. പുതിയ കെട്ടിടത്തിൽ വീഡിയോ കോൺഫറൻസ് ഹാള്, 250 പേർക്ക് ഇരിക്കാവുന്ന മൾട്ടിപർപ്പസ് കോൺഫറൻസ് ഹാൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഫർണിഷിംഗ് ജോലികൾക്കായി 90.55 ലക്ഷം രൂപ ചെലവഴിച്ച് ആർട്ട് കോയാണ് ജോലികൾ പൂർത്തിയാക്കിയത്. ജാഗ്രതാ സമിതി പ്രവർത്തന മികവിന് വനിതാ കമ്മീഷന്റെ പുരസ്കാരം നേടി ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന വനിതാ കമ്മീഷന്റെ വനിതാ ദിനാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശാരദയ്ക്ക് അവാർഡ് കൈമാറി. ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായാണ് വനിതാ കമ്മീഷൻ അവാർഡ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന് നൽകിയത്. പഞ്ചായത്ത് സെക്രട്ടറി PG സുനിൽകുമാർ, സ്ഥിരം സമിതി അംഗങ്ങൾ സിന്ധു M, മിനി P ബാബുരാജൻ P, ICDS സൂപ്പർവൈസർ സബിത, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ സൂര്യ എന്നിവർ സന്നിഹിതരായി. ജാഗ്രതാ സമിതി ശാക്തീകരണം, സമിതി അംഗങ്ങൾക്ക് പരിശീലനം, പഞ്ചായത്ത് ജാഗ്രതാ സമിതി ഓഫീസ് ഹെൽപ്പ് ഡെസ്ക് സംവിധാനം തുടങ്ങിയ വിവിധ സൗകര്യങ്ങൾ ഒരുക്കിയും സ്ത്രീകൾക്കായി സ്വയം തൊഴിൽ, മെൻസ്ട്രൽ കപ്പ്, കൈയെഴുത്ത് മാസിക, കുട്ടികൾക്കായി ഹെൽത്തി ആൻഡ് ഹാപ്പിയസ്റ്റ് സ്കൂൾ പ്രോജക്റ്റ് വഴി നൂതന പരിപാടികളും ഒരുക്കിയാണ് ഒളവണ്ണ പുരസ്കാരത്തിന് അർഹരായത്. പാലിയേറ്റീവ് പരിചരണം ഏകോപിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡിന്റെ ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് എന്നിവർ സന്നിഹിതരായി. കേരളം പാലിയേറ്റീവ് പരിചരണ രംഗത്ത് നടത്തുന്ന സുപ്രധാന ഇടപെടലുകളിൽ ഒന്നാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ്. പുതിയ രോഗികളെ രജിസ്റ്റർ ചെയ്ത് തുടർ പരിചരണം നൽകൽ, സന്നദ്ധ പ്രവർത്തകരുടെ രജിസ്ട്രേഷനും പരിശീലനവും നൽകൽ, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സന്നദ്ധ സംഘടനകൾക്ക് രജിസ്ട്രേഷൻ നൽകൽ, പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം, പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് സംസ്ഥാന, ജില്ലാ പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ നിന്നുള്ള ഡാഷ്ബോർഡ്, പൊതുജനങ്ങൾക്കുള്ള ഡാഷ്ബോർഡ് എന്നിവയാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡിലൂടെ നിർവഹിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഗ്രിഡ് രൂപീകരിച്ചിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജൻ N ഗോബ്രഗഡെ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ അദീല അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. കില ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ദി പ്ലേ സിറ്റി തൃശൂർ നഗര ഡിസൈൻ പ്രദർശനം തൃശൂർ മേയർ M K വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷയായി. ഉദ്ഘാടന ചടങ്ങിൽ കില രജിസ്ട്രാർ ടോബി തോമസ് അർബൻ ഡിസൈനിന്റെ വ്യാപ്തിയെക്കുറിച്ചും തൃശൂരിലെ ലേണിംഗ് സിറ്റിയിൽ അതിന്റെ സാധ്യതകളെക്കുറിച്ചും സംസാരിച്ചു. കിലയും ചേലേമ്പ്രയിലെ ഡിജി കോളേജ് ഓഫ് ആർക്കിടെക്ചറും സഹകരിച്ചാണ് നഗര ഡിസൈൻ ഒരുക്കിയത്. യുനെസ്കോ ലേണിംഗ് സിറ്റി എന്ന നിലയിൽ തൃശൂരിന്റെ വികസനത്തിന് സംഭാവന നൽകുന്ന നൂതന പദ്ധതികൾ പ്രദർശനത്തിൽ പരിചയപ്പെടുത്തി. കളിയും പഠനവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിറ്റി ഇടപഴകുന്നതിനുള്ള സമഗ്രമായ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിന് കൂടി മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഡിസൈൻ ഒരുക്കിയിട്ടുള്ളത്. അമൃത മിഷൻ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ കം വാട്ടർ എക്സ്പേർട്ട് രാഹുൽ N, വിമജ CR, ജിജു ഭാസ്കരൻ, ദേവിക KC, സുജിത് KR, കില ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കിലയിലെ സെന്റർ ഫോർ അർബൻ ഗവേണൻസിലായിരുന്നു പ്രദർശനം നടത്തിയത്. വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ, ഉദ്യോഗസ്ഥർ, പരിശീലനാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ പ്രദർശനം കാണാൻ എത്തി. കിലയിൽ സംഘടിപ്പിച്ച കുടുംബശ്രീ സംസ്ഥാനതല സാഹിത്യ ശില്പശാല സർഗം
കവി കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കില അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലനം ഡോക്ടർ അമൃത KPN അധ്യക്ഷയായിരുന്നു. ഫെബ്രുവരി 27 മുതൽ ഈ മാസം 1 വരെയായിരുന്നു ത്രിദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമിയും കിലയുമായി സഹകരിച്ച് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുത്ത കുടുംബശ്രീ വനിതകൾക്ക് വേണ്ടിയാണ് 3 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാലയിൽ സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസുകൾ. VS ബിന്ദു ക്യാമ്പ് ഡയറക്ടറായി. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ശില്പശാലയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. സമാപന സമ്മേളനത്തിൽ കേരള സാഹിത്യ അക്കാദമി പ്രോഗ്രാം കോർഡിനേറ്റർ KS സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം തൃശൂർ കിലയിൽ ചേർന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായിരുന്നു അവലോകന യോഗത്തിൽ സംബന്ധിച്ചത്. ഈ മാസം 30-നകം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് അവലോകന യോഗം ചേർന്നത്. മന്ത്രിയോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു IAS, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IAS തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ ഊർജിതപ്പെടുത്തുന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നു ആദ്യത്തെ സെഷനിൽ പങ്കെടുത്തത്. ഉച്ചതിരിഞ്ഞ് പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംബന്ധിച്ചു. കിലയുടെ നേതൃത്വത്തിൽ ദുരന്ത ലഘൂകരണ പദ്ധതി തയ്യാറാക്കൽ ദ്വിദിന ശില്പശാല കോഴിക്കോട് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടന്നു. ദുരന്ത ലഘൂകരണം, കാലാവസ്ഥ, ദുരന്ത ലഘൂകരണ പ്രോജക്റ്റ് തയ്യാറാക്കൽ, ട്രാൻസെക്ട് വോക്ക് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകി. ബാലുശ്ശേരി, കുന്നമംഗലം, കോഴിക്കോട് ബ്ലോക്കുകളിലെയും പഞ്ചായത്തുകളിലെ പ്രതിനിധികളായിരുന്നു പരിശീലനത്തിൽ സംബന്ധിച്ചത്. കിലയുടെ ആഭിമുഖ്യത്തിൽ പന്തലായനി, മേലടി ബ്ലോക്ക് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലുള്ള നിർവഹണ ഉദ്യോഗസ്ഥർക്കായി ജില്ലാതല പരിശീലനം നൽകി. സംസ്ഥാന ആസൂത്രണ ബോർഡുമായി സഹകരിച്ചായിരുന്നു പരിശീലനം. മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കില ജനകീയ ആസൂത്രണം ജില്ലാ ഫെസിലിറ്റേറ്റർ പ്രമോദ് കുമാർ PG അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ സുധീഷ് കുമാർ CP, കില ജില്ലാ കോർഡിനേറ്റർ വിനീത് K തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ബ്ലോക്ക് തലത്തിൽ നടന്ന ഹരിത ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ജീവനക്കാരും ഉൾപ്പെടുന്ന ടീമുകൾ പങ്കെടുത്തു. ഫൈനൽ മത്സരത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്കിനെ പരാജയപ്പെടുത്തി വണ്ടൂർ ബ്ലോക്ക് വിജയികളായി. ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി മലപ്പുറം നഗരസഭയുടെ ഹരിത കർമ്മസേനയുടെ പ്രദർശന മത്സരവും നടന്നു. വിജയികൾക്ക് ഡെപ്യൂട്ടി കളക്ടർ SS സരിൻ ട്രോഫികൾ വിതരണം ചെയ്തു. LSTD അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു, വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് അസ്കർ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അഷ്റഫ്, മലപ്പുറം നഗരസഭാ സെക്രട്ടറി ഹസീന, CCM മധുസനൻ എന്നിവർ വിജയികളെ അനുമോദിച്ചു. ഗോവയിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘം കില സന്ദർശിച്ചു. കേരളത്തിൽ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നതിനും പഠിക്കുന്നതിനുമാണ് 56 പേരടങ്ങുന്ന സംഘം എത്തിയത്. 3 ദിവസങ്ങളായി നടന്ന സന്ദർശന വേളയിൽ വയോജന സൗഹൃദം, ISO സർട്ടിഫിക്കേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, സാമൂഹ്യ സുരക്ഷിതത്വ ഗ്രാമം, ശിശു സൗഹൃദ ഗ്രാമം എന്നിവയെക്കുറിച്ച് നേരിട്ടും കണ്ടും പഠിച്ചും അറിഞ്ഞ ശേഷമായിരുന്നു സംഘാംഗങ്ങളുടെ മടക്കം. പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികൾക്കും സ്മാർട്ട് TVകൾ വിതരണം ചെയ്തു. അറിവും തിരിച്ചറിവും എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്മാർട്ട് TV വിതരണോദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. പട്ടണക്കാട് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TS ജാസ്മിൻ അധ്യക്ഷയായി. 3 ലക്ഷം രൂപ ചെലവിൽ 30 അംഗനവാടികൾക്കാണ് TV വിതരണം ചെയ്തത്. ചടങ്ങിൽ പട്ടണക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ജയപാൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ രജിമോൻ, ഷൈജി പോൾ, ICD സൂപ്പർവൈസർ ഇന്ദുലേഖ തുടങ്ങിയവർ പങ്കെടുത്തു. മരട് നഗരസഭ അക്ഷയപാത്രം പദ്ധതി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ നിർവഹിച്ചു. നഗരസഭയിലെ വളന്തക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ ഉൾപ്പെട്ട ക്ഷയരോഗികൾക്കായുള്ള പോഷകാഹാര കിറ്റ് വിതരണ പദ്ധതിയാണ് അക്ഷയപാത്രം. നഗരസഭാ പ്രദേശത്ത് നിലവിലുള്ള ക്ഷയരോഗികൾക്ക് മരുന്നിനോടൊപ്പം പോഷകപ്രദമായ ആഹാരവും നൽകി രോഗം പൂർണ്ണമായും മാറ്റി രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S സൗമ്യ കിറ്റുകൾ ഏറ്റുവാങ്ങി. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക, കത്തിക്കുക, ജലാശയങ്ങളിൽ മാലിന്യം ഒഴുക്കിവിടുക, മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുക തുടങ്ങിയവ സംബന്ധിച്ച് ലഭിച്ച വാട്സപ്പ് പരാതികളിൽ 2820 എണ്ണത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നടപടി. 2180 എണ്ണം തീർപ്പാക്കി. 200 പരാതികളിൽ കുറ്റക്കാർക്ക് 18,72,320 രൂപ പിഴ ചുമത്തി. 8,92,840 രൂപ ഇതുവരെ ഈടാക്കുകയും ചെയ്തു. മാലിന്യങ്ങൾ നിയമവിരുദ്ധമായി കൈകാര്യം ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനായി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസമാണ് 9446000800 വാട്സപ്പ് നമ്പർ ആരംഭിച്ചത്. നമ്പർ നിലവിൽ വന്ന ശേഷം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 4818 പരാതികൾ ലഭിച്ചു. തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങളുള്ള പരാതികളിന്മേലാണ് നടപടി സ്വീകരിച്ചത്. പിഴയ്ക്ക് പുറമെ നിയമലംഘനം നടത്തിയ 11 പേരുടെ മേൽ പ്രോസിക്യൂഷൻ നടപടികളും പുരോഗമിക്കുകയാണ്. നിയമലംഘനം കണ്ടെത്തിയാൽ ഇതിന്മേൽ ഈടാക്കുന്ന തുകയുടെ 25% പരാതിക്കാർക്ക് ലഭ്യമാക്കും. ഇതുവരെ ഇത്തരത്തിൽ 28,500 രൂപ പ്രഖ്യാപിക്കുകയും 12,000 രൂപ വിതരണം ചെയ്യുകയും ചെയ്തു. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്ന സംഭവങ്ങളിൽ വ്യക്തികളെയോ വാഹന നമ്പറോ തിരിച്ചറിയാൻ കഴിയും വിധം ഫോട്ടോ അഥവാ വീഡിയോ
വീഡിയോ പകർത്തി 9446700800 വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണമെന്ന് ശുചിത്വ മിഷൻ ഡയറക്ടർ UV ജോസ് അറിയിച്ചു. വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനയ്ക്ക് യൂണിഫോമും ഹരിത സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഉപകരണങ്ങളും വിതരണോദ്ഘാടനം പ്രസിഡന്റ് സോണിയ മുരുകേശൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. കൊച്ചി എയർ പ്രോഡക്റ്റ് കമ്പനിയുടെ CSR പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഉപകരണങ്ങൾ വിതരണം നടത്തിയത്. ഹരിത കർമ്മസേനയ്ക്ക് ആവശ്യമായ യൂണിഫോമുകൾ, മാസ്ക്, ഗ്ലൗസ്, ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് പൊതുപരിപാടികൾ നടത്തുന്നതിനാവശ്യമായ പ്ലേറ്റുകൾ, ഗ്ലാസുകൾ തുടങ്ങിയവയും വിതരണം ചെയ്തു. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫൈഡ് താലൂക്ക് ഓഫീസായി ഏറനാട് താലൂക്ക് ഓഫീസ്. പൊതുജനങ്ങൾക്ക് മികച്ച സേവനം സമയബന്ധിതമായി നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതിനാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷന്റെ ഗുണമേന്മ സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയായിരുന്നു പ്രഖ്യാപനം നിർവഹിച്ചത്. താലൂക്ക് ഓഫീസർ സർട്ടിഫിക്കേഷന് കിലയായിരുന്നു കൺസൾട്ടൻസിയായി പ്രവർത്തിച്ചത്. ISO സർട്ടിഫിക്കേഷന്റെ ഭാഗമായി കില ജീവനക്കാർക്ക് പരിശീലനം നൽകി. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ എന്ന വിഷയത്തിലായിരുന്നു പരിശീലനം. കില സീനിയർ അർബൻ പ്രൊഫസർ ഡോക്ടർ രാജേഷ് K ക്ലാസ് എടുത്തു. 30ഓളം ജീവനക്കാർ പരിശീലനത്തിൽ പങ്കാളികളായി. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കടൽ തീരത്ത് സന്നദ്ധ തീരം ക്ലൈമറ്റ് പരേഡ് സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ പരേഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. K മീന അധ്യക്ഷയായി. കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ആശംസിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, യൂണിസെഫ്, സാമൂഹ്യ സന്നദ്ധ സേന ഡയറക്ടറേറ്റ്, കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി തുടങ്ങിയവയുടെ സഹകരണത്തോടെയായിരുന്നു പരേഡ് നടത്തിയത്. കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിരോധത്തിനായുള്ള കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു പരേഡ്. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ശുചിത്വവും ഹരിതാഭവുമായ ഗ്രാമ പദ്ധതിയെ അറിയാം. പെരളശ്ശേരി പ്രകൃതിയുടെ മുക്തലാവണ്യം വഴിഞ്ഞൊഴുകുന്ന ഗ്രാമം. തെളിനീരൊഴുകുന്ന പുഴയും സമൃദ്ധമായ പച്ചപ്പും കുന്നും വയലും കുളങ്ങളും ചേർന്ന ചേതോഹരമായൊരു ഭൂമികയാണ് ഈ ദേശത്തിൻ്റെത്. മഹാക്ഷേത്രമായ പെരളശ്ശേരി അമ്പലവും കേരളത്തിന്റെ വിപ്ലവ തേജസ്സായ AKGയുടെ ജന്മഗൃഹവും ഈ നാട്ടിലാണ്. മികച്ച സാംസ്കാരിക പാരമ്പര്യവും മതനിരപേക്ഷതയും ജനാധിപത്യ ബോധവും കൈമുതലായുള്ള ഒരു ജനതയാണ് ഈ നാടിന്റെ ഉൾക്കരുത്ത്. ആ മൂല്യബോധത്തിലൂന്നിയാണ് പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസനോന്മുഖ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. ശുചിത്വവും ഹരിതാഭവുമായ ഗ്രാമം. മാലിന്യ സംസ്കരണ രംഗത്ത് സമഗ്രവും ശാസ്ത്രീയവും വികേന്ദ്രീകൃതവുമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത്. മാലിന്യ പരിപാലന രംഗത്തെ അടിസ്ഥാന തത്വമായ ഉറവിടത്തിൽ നിന്നുള്ള തരംതിരിവ് മുതൽ ശേഖരണം, കൈമാറൽ, സംസ്കരണം തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും സൂക്ഷ്മതല ഇടപെടലുകളും മോണിറ്ററിംഗും ജനപങ്കാളിത്തത്തോടെ നടത്തിക്കൊണ്ട് മുന്നേറുകയാണ് പെരളശ്ശേരി. ഇതിന്റെ ആദ്യഘട്ടമായി സമ്പൂർണ്ണ ശുചിത്വത്തിനായുള്ള സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു. അജൈവ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ നിന്നും തരം തിരിക്കുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി വീടുകളിൽ മിനി മെറ്റീരിയൽ കളക്ഷൻ ബാഗുകൾ തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. വീടുകളിൽ നിന്നും തരം തിരിച്ചു നൽകുന്ന അജൈവ മാലിന്യങ്ങൾ ഹരിത കർമ്മസേന ശേഖരിക്കുകയും MCFൽ എത്തിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യും.
ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ 100% വീടുകളിൽ നിന്നും ഹരിത കർമ്മസേന അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സ്ഥിതിയിലേക്കെത്തി. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി സ്മാർട്ട് ഗാർബേജ് ആപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കി. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടതോടെ പൊതുജനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും ഉദ്യോഗസ്ഥ തലത്തിൽ മോണിറ്ററിംഗ് ശക്തമാക്കാനും സാധിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഹരിത കർമ്മസേനകൾക്കുള്ള പുരസ്കാരം കണ്ണൂർ ജില്ലയിൽ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ജൈവമാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ നിന്ന് തന്നെ സംസ്കരിക്കുന്നതിനു വേണ്ടി റിംഗ് കമ്പോസ്റ്റ്, പൈപ്പ് കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങിയവ വിവിധ വാർഷിക പദ്ധതികളിലൂടെ വിതരണം നടത്തി. 7808 വീടുകളിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഏതെങ്കിലും ഒരു ഉപാധി എത്തിക്കുവാൻ കഴിഞ്ഞു. മലിനജലം സംസ്കരിക്കുന്നതിനു വേണ്ടി സോക്കേജ് പിറ്റുകൾ തയ്യാറാക്കി. ഇറച്ചി മാലിന്യങ്ങൾ റെൻഡറിംഗ് പ്ലാന്റിലേക്ക് കൈമാറി വരുന്നു. കഴിഞ്ഞ 2 വർഷമായി നടത്തിവരുന്ന ശുചിത്വ ക്യാമ്പയിനിലൂടെ അജൈവ മാലിന്യ ശേഖരണത്തിൽ നല്ല പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധതരം മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി കവറിൽ കെട്ടി പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്നത് ഇല്ലാതാക്കാൻ വിവിധങ്ങളായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത്. ഹരിത പാഠശാല, ഹരിത നിയമ പാഠശാല, ശുചിത്വ ഗ്രാമസഭ, വിദ്യാലയങ്ങളിൽ ഗ്രീൻ ടോക്ക് ഷോ തുടങ്ങിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ശുചിത്വം നാട്ടിലും വീട്ടിലും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ജലാശയങ്ങൾ ശുചീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് പുഴയോര നടത്തം, ജലസന്ദേശയാത്ര എന്നിവ സംഘടിപ്പിച്ചു. ഒറ്റത്തവണ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പ്രചരണാർത്ഥം ഹരിത വിളംബര റാലി സംഘടിപ്പിക്കുകയുണ്ടായി. എന്റെ പെരളശ്ശേരി ശുചിത്വ സുന്ദരം എന്ന പേരിൽ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി സംഘടിപ്പിച്ചു. ക്ലീൻ ചാലഞ്ച് പരിപാടികളിലൂടെ പഞ്ചായത്തിലെ 141 പ്രാദേശിക റോഡുകളിലായി 58 കിലോമീറ്റർ നീളത്തിൽ മെഗാ ശുചീകരണം സംഘടിപ്പിച്ചു. മാലിന്യങ്ങൾ വലിച്ചെറിയാത്ത പഞ്ചായത്താക്കാൻ ശുചിത്വ പദയാത്രയും വനിതകളുടെ കലാജാഥ പച്ചപ്പ് നടത്തി. മണ്ണിൽ കലരും മാലിന്യത്തെ കമ്പോസ്റ്റാക്കണം, മണ്ണിൽ ചേർത്തിട്ട് അസൽ കൃഷി ചെയ്തിടാലോ. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ശുചിത്വ സന്ദേശം എത്തിക്കുന്ന ഹരിതപത്രം വിതരണം ചെയ്തു. സ്ഥാപനങ്ങളിൽ നിന്നുമുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനു വേണ്ടി തുമ്പൂർ മൂഴി മോഡൽ ബിൻ കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിച്ചു. കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ ചടങ്ങുകളിൽ ഹരിത ചട്ട ഉറപ്പാക്കുന്നതിനു വേണ്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ഹരിത കാറ്ററിംഗ് യൂണിറ്റ് സംരംഭം ആരംഭിച്ചു.
ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് കുട്ടികളെ കൂടി പങ്കാളികളാക്കുന്നതിനു വേണ്ടി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലെ 4000-ത്തിലധികം വരുന്ന എല്ലാ സ്കൂൾ കുട്ടികളിലേക്കും ശുചിത്വ സന്ദേശം എത്തിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച ഗ്രീൻ ടോക്ക് ഷോ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു. കുട്ടികളുടെ ഹരിത പോലീസ്, കുട്ടികളുടെ ഗ്രീൻ അംബാസിഡർ, കുട്ടിക്കൊട്ട, ഹരിത വിദ്യാലയം, ശുചിത്വ വിദ്യാലയം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 3 പെരിയ ടൗൺ ഇന്ന് വൃത്തിയുടെ സമ്പൂർണതയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. മാലിന്യങ്ങൾ വലിച്ചെറിയാത്ത ടൗണായി മാറി. കേരള സർക്കാരിന്റെ ചെറുപട്ടണങ്ങൾ സൗന്ദര്യവൽക്കരിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 3 പെരിയ ടൗൺ വികസിപ്പിച്ചത്. മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാൻ ജനപങ്കാളിത്തത്തോടെ സൂക്ഷ്മതല ഇടപെടലുകളിലൂടെ സാധിക്കും എന്ന് 3 പെരിയ ടൗൺ തെളിയിച്ചിരിക്കുകയാണ്. ശുചിത്വം നിലനിർത്തുന്നതിന് സഹായകരമായ ഉപകരണങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുന്നതിലും 3 പെരിയ മാതൃകയാകുന്നു. ശുചീകരണ ഉപകരണങ്ങൾ, പൂച്ചട്ടികൾ, വാട്ടർ ടാങ്ക്, പമ്പ് സെറ്റ്, വിവിധ തരം ബിന്നുകൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ, റേഡിയോ, ക്ലോക്ക്, വോളണ്ടിയർമാർക്കുള്ള യൂണിഫോം, തൊപ്പി തുടങ്ങിയവ ഇതിനകം തന്നെ സമാഹരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 6 മാസമായി എല്ലാ ദിവസങ്ങളിലും കാലത്ത് 5:30 മുതൽ വളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ശുചിത്വ ലക്ഷ്യങ്ങളുടെ പ്രാദേശികവൽക്കരണത്തിലൂടെ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് സൂക്ഷ്മതല ഇടപെടലുകളിലൂടെ ശുചിത്വ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് പെരളശ്ശേരി അനുഭവം തെളിയിക്കുന്നു. ഗുരുവായൂരിൽ സംഘടിപ്പിച്ച ഈ വർഷത്തെ തദ്ദേശ ദിനാഘോഷത്തിൽ പങ്കാളികളായ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ അനുഭവങ്ങളെ നമുക്ക് കേൾക്കാം. ഞാൻ സജേഷ് ശശി, കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി ഈ വർഷം തെരഞ്ഞെടുത്തിട്ടുള്ള സ്വരാജ് ട്രോഫി ലഭിച്ച ഗ്രാമപഞ്ചായത്താണ്. വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചാണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഈ മികവിലേക്ക് എത്തിയത്. സംസ്ഥാന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി 100% എക്സ്പെൻഡിച്ചറിലേക്ക് പോയി. തനത് വരുമാന സാധ്യതകളെല്ലാം സമാഹരിച്ചുകൊണ്ട് തനത് വരുമാനം 100% തുടർച്ചയായ വർഷങ്ങളിൽ പിരിച്ചെടുക്കുകയും അതിന്റെ വിനിയോഗം കൃത്യമായി നിർവഹിക്കുകയും ചെയ്ത ഗ്രാമപഞ്ചായത്താണ്. ഒപ്പം തന്നെ സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം, ഭിന്നശേഷി വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് ബെഡ് സ്കൂളും അനുബന്ധമായി അവരുടെ സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഗ്രാമപഞ്ചായത്താണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടർച്ചയുണ്ടാവുന്ന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തത്. തരിശുനിലത്ത് കൃഷി ഇറക്കി 8 വർഷം കഴിയുമ്പോഴും ആ കൃഷിയെ തുടർച്ചയായി കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് തുടർച്ചയായി 2 പ്രാവശ്യം NQAS ബഹുമതി നേടിയ കുടുംബാരോഗ്യ കേന്ദ്രം വെളിയന്നൂരിലേതാണ്. മാറാടി പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി എറണാകുളം ജില്ലയിൽ 2ാമത്തെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 4 വർഷക്കാലവും പദ്ധതി നിർവഹണത്തിൽ 100% പദ്ധതി ചെലവഴിക്കാനും അതുപോലെ നികുതി 100% പിരിച്ചെടുക്കാനും അതുപോലെ മാലിന്യമുക്ത നവകേരളം എന്ന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിക്ക് ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട്, അതായത് യൂസർ ഫീ ഉൾപ്പെടെ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ഉൾപ്പെടെ 100% പിരിച്ചുകൊണ്ടും അതുപോലെ പഞ്ചായത്തിൽ ഒട്ടേറെ CSR ഫണ്ട് ഉപയോഗിച്ചുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൂടാണ്ട് തരിശുനിലം എന്ന പദ്ധതി പ്രകാരം തരിശായി കിടന്ന ഒട്ടേറെ ഏക്കർ സ്ഥലങ്ങൾ നെൽകൃഷി ചെയ്യാൻ ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാമാണ് ഞങ്ങൾക്ക് ഒരു മികച്ച പഞ്ചായത്തിനുള്ള അവാർഡിന് അർഹരാക്കിയത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ
മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുഴുവൻ പഞ്ചായത്തിലെ 13 വാർഡും ഹരിത വാർഡുകളായിട്ട് പ്രഖ്യാപനം നടത്തി. അപ്പോൾ അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് മുഴുവൻ ഹരിത പഞ്ചായത്തായിട്ടുള്ള പ്രഖ്യാപനം നടത്താൻ ഉള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കുകയാണ്. പേര് സതി പേര്. പിന്നെ സദസ്യബന്ധം എന്ന് പറഞ്ഞാൽ ഓരോ പഞ്ചായത്തിൻ്റെയും ഓരോ ഇതിൻ്റെയും നല്ല കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ എല്ലാ വർഷവും നമുക്ക് കൊണ്ടാടാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. പേര് ശോഭന. ഞങ്ങളുടെ നഗരസഭയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടക്കണതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, ഞങ്ങളുടെ ചെയർമാനും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് നല്ല സഹകരണമാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷം. ഞാൻ വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കൊച്ചപ്പൻ വടക്കൻ. പഞ്ചായത്തിന് 2023-24 മഹാത്മാ പുരസ്കാരം നേടാൻ സാധിച്ചതിൽ പഞ്ചായത്തിന് അതിയായ സന്തോഷമുണ്ട്. തൊഴിലുറപ്പ് മേഖലയിലെ 2023-24 കാലഘട്ടത്തിൽ 64,817 തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ 2,42,07,000 രൂപ ചെലവഴിക്കുവാനും 500-ൽ താഴെ തൊഴിലാളികൾ 100 ദിനം പങ്കിടുവാനും സാധിച്ചു. അതിന് എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ട് ഒന്ന് മാത്രമാണെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇത്തവണത്തെ തദ്ദേശ ദിനാഘോഷ പരിപാടിയിൽ കേരളത്തിലെ മികച്ച പഞ്ചായത്തിലുള്ള 3ാം സ്ഥാനം, സംസ്ഥാനതല അവാർഡ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി 250-ൽ 216 മാർക്കാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. മാലിന്യ സംസ്കരണത്തെ മികച്ച പ്രവർത്തനത്തിനും അതുപോലെ തന്നെ വയോജനക്ഷേമം, കുട്ടികളുടെയും സ്ത്രീകളുടെയും ആരോഗ്യ പരിപാലന രംഗത്ത് നടത്തിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൂടുതൽ ഫയലുകൾ സമയബന്ധിതമായി കൈകാര്യം ചെയ്ത് സദ്ഭരണം ഉറപ്പുവരുത്തിയ പ്രവർത്തനങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് തദ്ദേശ ദിനാഘോഷ പരിപാടി നടത്തിയിട്ടുള്ളത്. പഞ്ചായത്തുകൾ ഇനി ഭാവിയിൽ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി മാലിന്യ സംസ്കരണ രംഗത്തെ കാണണം എന്നുള്ളത് തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി മന്ത്രി എല്ലാ പഞ്ചായത്തുകളോടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സംഘടിപ്പിച്ച ഈ ഒരു പരിപാടിക്ക് സംഘാടകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. മണിയൂർ പഞ്ചായത്തിലെ കോഴിക്കോട് ജില്ലയിൽ ലഭിച്ച സ്വരാജ് ട്രോഫി ദീർഘകാലമായി മണിയൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. 10 ഏക്കർ ഭൂമി അന്നാധീനപ്പെട്ടത് വർഷങ്ങളായി പുറമ്പോക്കായി കിടന്ന് തിരിച്ചു പിടിച്ചു. കേരളത്തിലാദ്യമായി കെട്ടിട നിർമ്മാണം റെഗുലൈസ് ചെയ്തു. അതുപോലെ ശുചിത്വ മേഖലയിൽ MCF, ടേക്ക് എ ബ്രേക്ക്, ഒട്ടേറെ നല്ല പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഏറെ മുന്നോട്ട് പോയി. അതുപോലെ ബഡ്സ് സ്കൂള്, ജെൻഡർ പാർക്ക്, ഓഫീസിൻ്റെ പ്രവർത്തനം, ഹരിതകർമ്മസേന ആധുനികവൽക്കരിക്കുക, ഹരിതകർമ്മസേനയ്ക്ക് റിംഗം പോസ്റ്റ് ഉൾപ്പെടെ ഒട്ടേറെ പുതിയ പ്രോജക്റ്റുകൾ തയ്യാറാക്കി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയി എന്നുള്ളതാണ് മണിയൂരിലെ ഈ അവാർഡ് കാണിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൗൺസിലർമാരുമാണ് ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ലഭിച്ച സ്വരാജ് ട്രോഫിയിലെ സംസ്ഥാനത്ത് 2ാം സ്ഥാനവും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ 1ാം സ്ഥാനവും വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ഈ 2 സ്ഥാനവും വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി നഗരസഭ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത മികവുറ്റ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നഗരസഭയെ നല്ല നഗരസഭയായി സ്വരാജ് ട്രോഫി ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റായ അതിദരിദ്രരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ തന്നെ മൈക്രോ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തത് വടക്കാഞ്ചേരി നഗരസഭയാണ്. വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആരോഗ്യ വിഭാഗം, അതോടൊപ്പം തന്നെ കാർഷിക മേഖല, പിന്നെ പശ്ചാത്തല മേഖല, അതോടൊപ്പം തന്നെ ഈ തൊഴിലുറപ്പ്, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ, അങ്ങനെ തുടങ്ങി
എല്ലാ വിഭാഗം ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള ഈ അവാർഡുകൾ ലഭ്യമാകുന്നത്. ഇനി വരുന്ന ഭാവിയിലൊക്കെ തന്നെ തുടർന്നും മികവുറ്റ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നല്ല നഗരസഭയാകുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നേറ്റം ഞങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഈ വർഷത്തെ സ്വരാജ് ട്രോഫി തൃശ്ശൂർ ജില്ലയിൽ 2ാം സ്ഥാനം ഗ്രാമപഞ്ചായത്തിനാണ്. സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ വളരെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ, ഒന്ന്, രാജ്യത്ത് ആദ്യം നടപ്പാക്കിയ ഒരു പദ്ധതി നന്മണിക്കര ഗ്രാമപഞ്ചായത്താണ്. ദുർബല വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ BPL വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം, വിദ്യാഭ്യാസം, തൊഴിൽ, സുരക്ഷ എന്നിവയ്ക്ക് വേണ്ടി ഒരു പദ്ധതി വിഭാവനം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാൻസർ പ്രതിരോധ വാക്സിൻ 9 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഗർഭാശയകള ക്യാൻസറെ പ്രതിരോധിക്കുന്നതിനുള്ള വാക്സിൻ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്. മാലിന്യമുക്ത നവകേരള പ്രവർത്തനങ്ങളിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്. 7 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികൾക്ക് ഫുട്ബോൾ അക്കാദമിയും പെൺകുട്ടികൾക്ക് ബാസ്കറ്റ്ബോൾ അക്കാദമിയും രൂപീകരിച്ച് അതിൻ്റേതായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ബാല സൗഹൃദ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അധികരിച്ചാണ് എന്ന് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷത്തെ സ്വരാജ് ട്രോഫിയെ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഭൂമിയില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക് വീട് പണിയുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് 1 ഏക്കർ സ്ഥലം വാങ്ങുകയും അതിൽ 76 വീട് വയ്ക്കുന്നതിനുള്ള പദ്ധതിക്ക് വിഭാവനം ചെയ്ത് ആ പദ്ധതിയും കൂടി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അധികരിച്ചാണ് ഇത്തരത്തിലുള്ള സമ്മാനത്തിന് ഈ വർഷം ഗ്രാമപഞ്ചായത്ത് അർഹമായത്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയിൽ നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 56ഓളം ആളുകളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് പൂർത്തീകരിച്ചും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും വീടാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഏകദേശം 5-6ഓളം ആളുകൾക്ക് വീട് നമ്മൾ നൽകി കഴിഞ്ഞു. പലർക്കും ഉപജീവനാണ് വേണ്ടിയിരുന്നത്. 8ഓളം ആളുകൾക്ക് കടകള്, അതുപോലെ തന്നെ മൃഗസംരക്ഷണം, ആട് വളർത്തല്, അങ്ങനെയുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് അവർക്ക് വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയും വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു 12ഓളം ആളുകൾക്ക് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മരുന്ന് ലഭ്യമാക്കലാണ് ആവശ്യമുണ്ടായിരുന്നത്. അത് അവർക്ക് ലഭ്യമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ആളുകൾക്ക് അവർക്ക് ഭവനമില്ല, സ്ഥലമില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗവൺമെന്റിന്റെ വിവിധ പ്രൊജക്ടുകൾ അനുസരിച്ചുള്ള രീതിയിൽ അവർക്ക് ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ലഭ്യമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോ അവരുടെ വീടിന്റെ വാടക, റെന്റ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത്രയും വീടുകളിലേക്ക് നമ്മൾ ഭക്ഷ്യധാന്യ കിറ്റ് നമ്മൾ 1 വർഷത്തോളമായി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിദരിദ്രരില്ലാത്ത കേരളം എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം മാർച്ച് 20 കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ 56 ആളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ ദരിദ്രരില്ലാത്ത ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചില ആളുകളെ സംരക്ഷിക്കേണ്ട ആളുകളുണ്ട്. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ ബന്ധുക്കളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെ അത്തരം ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന 56 ആളുകളുടെയും അതിദരിദ്രരില്ലാത്ത കേരളം എന്ന ആ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളെ ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നല്ല, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് പോകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പൊ ഈ മാസത്തോടുകൂടി നമ്മൾ പൂർത്തീകരിക്കും. 2 പേരുടെ വിഷയമാണ് ഉള്ളത്. അവർക്ക് ഭൂമി നൽകാൻ വേണ്ടിയിട്ട് പലരും സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ട്. അവരിൽ നിന്ന് ഭൂമി എടുത്ത് അവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വെച്ചിട്ടുള്ള അതിന് വേണ്ട ഫണ്ടുകൾ, ആവശ്യമായ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ഭരണസമിതി വരുന്ന സമയത്ത് ഒട്ടേറെ പ്രദേശങ്ങൾ തരിശ് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കർഷകരെയും അതുപോലെ തന്നെ പാടശേഖര സമിതി ആളുകളെയും കൃഷിഭവന്റെ നേതൃത്വത്തിലും പഞ്ചായത്തൊക്കെ കൂടിയിട്ട് നമ്മൾ അവരെ വിളിച്ചു ചേർക്കുകയും അതിനുവേണ്ടിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഇന്നിപ്പോൾ നമുക്ക് തരിശ് രഹിതമാകുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ പാടശേഖരങ്ങൾ വരുന്ന
സ്ഥിതിവിശേഷം ഉണ്ടായി. മുൻപുണ്ടായിരുന്നേക്കാൾ കൂടുതൽ സ്ഥലത്ത് നമുക്ക് നമ്മുടെ കൃഷി ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ അവർക്ക് വേണ്ട നെൽവിത്ത് സൗജന്യമായി നൽകുന്നു, അതുപോലെ തന്നെ വളങ്ങൾ നൽകുന്നു, കൂലിച്ചെലവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി മേഖലയിൽ പച്ചക്കറി വിത്തുകൾ അതുപോലെ തന്നെ തൈകളും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് അവിടെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൂലിച്ചെലവും നമ്മൾ നൽകുന്ന സ്ഥിതിവിശേഷമുണ്ട്. നമ്മൾ വാഴ കർഷകർക്ക് വേണ്ടി സബ്സിഡി 5 രൂപ വാഴ കർഷകർക്ക് സബ്സിഡി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തെങ്ങ് കർഷകർക്ക് നമ്മൾ വളം എന്നുള്ള സബ്സിഡി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ഥലത്ത് നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ 5 സ്ഥലത്ത് നമ്മൾ 5 HP മോട്ടറുകളും അതിന്റെ മോട്ടോർ ഷെഡും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ആ പ്രദേശത്തും കൂടുതൽ കൃഷി ചെയ്യുന്നുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുളങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചിറ കെട്ടിക്കൊണ്ട് വെള്ളം തടഞ്ഞു നിർത്തിക്കൊണ്ട് അവിടേക്ക് കൃഷിക്ക് വെള്ളം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ മൈനർ ഇറിഗേഷന്റെ 2 പ്രൊജക്ട് ഉണ്ട്, പഞ്ചായത്തുകളുടെ 2-3 പ്രൊജക്ടുകളുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും വലിയ ഒരു പ്രദേശമാണ് ഏകദേശം 4.5 ഏക്കറോളം വ്യാപിച്ചിരിക്കുന്ന കിടായി ചിറ എന്നുള്ളത്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻ മന്ത്രിയായിരുന്ന AC മൊയ്തീൻ, ഇപ്പൊ ഞങ്ങളുടെ MLA കൂടിയാണ്, അദ്ദേഹത്തിന്റെ 3 കോടി രൂപ വെച്ചുകൊണ്ട് ആ സ്ഥലത്ത് ഇന്ന് വലിയ ഒരു ഡാമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഏകദേശം അതിന്റെ ഒരു 40% വർക്കുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് വരുന്നതോടുകൂടി നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലത്ത് വെള്ളം എത്തിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനം ഒരുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വേലൂരിന്റെ തന്നെ വിവിധ പാടശേഖര സമിതി, അത് കോടശ്ശേരി മുതൽ നമ്മുടെ വടക്കാഞ്ചേരി പുഴയുടെ അതിർത്തിയായ കച്ചേരി പുഴ വരെയുള്ള പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ ഈ ഡാം പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് സാധിക്കും. മാത്രമല്ല ഡാമിനോട് ചേർന്ന് നമുക്ക് അനുബന്ധമായിട്ട് ഏകദേശം 65 ലക്ഷം രൂപയുടെ ഒരു നഗരസഞ്ചയൽ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ കുടിവെള്ള പദ്ധതി കൂടി ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. നമുക്ക് ഈ മാസത്തോടു കൂടി ആ പണി പൂർത്തീകരിക്കും. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പൊ കാർഷിക മേഖലയിൽ അത്തരം പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ട്രാക്ടർ റാമ്പ് കർഷകരുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതി, പിന്നെ സോളർ സിസ്റ്റം, കാർഷിക വൈദ്യുതിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗജന്യമായി സോളർ അനർട്ടുമായി സഹകരിച്ചുകൊണ്ട് എല്ലാവർക്കും സോളർ വൈദ്യുതി എത്തിക്കുന്നുള്ള പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പഞ്ചായത്തില് നമുക്കൊരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഉണ്ടായിരുന്നത്. ഗവൺമെന്റിന്റെ ആർദ്രം മിഷന്റെ ഭാഗമായി ഈ മണ്ഡലത്തിലെ ആദ്യത്തെ ആർദ്രം ആശുപത്രിയായി വേലൂരിനെ സജസ്റ്റ് ചെയ്യുകയും അവിടെ ആർദ്രം മിഷന്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നമുക്ക് അവിടെ വരുമ്പോൾ ആദ്യം ഒരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇന്ന് 4 ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 100-ൽ താഴെ രോഗികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഏകദേശം 400-ൽ കൂടുതൽ രോഗികൾ നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയും അനുബന്ധ സംവിധാനങ്ങൾ അവിടെ ഒരുക്കുകയും ലാബും ഫാർമസിയും അതുപോലെ തന്നെ അതിനു മുൻപുള്ള അസസ്മെന്റിന് വേണ്ടിയുള്ള റൂമുകളും കാഷ്വാലിറ്റിയും ECG സംവിധാനവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ സംവിധാനം നമുക്ക് അവിടെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പേപ്പർലെസ് രീതിയിലുള്ള സംവിധാനങ്ങളും അവിടെ പോകുന്ന തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. വലിയ ഒരു മുതൽ മുടക്ക് ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് നമുക്ക് സബ് സെന്ററുകളാണ്. ആ സബ് സെന്ററുകൾ ഇന്ന് വെൽനസ് സെന്ററുകളായി ഉയർത്തുകയും അവിടെ ഒരു നഴ്സിന്റെ സേവനം നമുക്ക് മുഴുവൻ സമയം ലഭ്യമാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള ഒട്ടേറെ അതിന്റെ അനുബന്ധമായിട്ട് യോഗ അങ്ങനെയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, സൈക്ലിംഗ് ക്ലബ്ബുകൾ, യോഗ ക്ലബ്ബുകളൊക്കെ ആരംഭിച്ച് ജനങ്ങൾക്കിടയിലേക്ക് രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുൻതൂക്കം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ എല്ലാ വാർഡുകളിലും ഫെസിലിറ്റേഷൻ സെന്റർ ഉള്ള ഒരു പഞ്ചായത്താണ് ഇതുള്ളത്. അതായത് ഏറ്റവും അടിത്തട്ടിലുള്ള രോഗികൾക്ക്, പാലിയേറ്റീവ് രോഗികൾക്ക് ആരോഗ്യ കാര്യങ്ങൾക്ക് നൽകുന്നതിന് അവന്റെ വേണ്ട ഉപകരണങ്ങൾ നൽകുന്നതിന് എല്ലാ വാർഡുകളിലും ഫെസിലിറ്റേഷൻ സെന്റർ ഒരുക്കുകയും എല്ലാവിധ സംവിധാനങ്ങളും ബെഡുകളും വോക്കറുകളും അതുപോലെ തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു കേന്ദ്രം. അതുമാത്രമല്ല ആശമാർക്ക് ഒരു ഓഫീസ് സംവിധാനം എന്നുള്ള രീതിയിൽ കൂടി ഇത് ഉപയോഗപ്പെടുത്തുകയും എല്ലാ ആഴ്ചകളിലും അവിടെ വാർഡ് മെമ്പറും ആശാപ്രവർത്തകരും അംഗൻവാടി ടീച്ചറും ഇരുന്നുകൊണ്ട് ആ വാർഡിലെ ആരോഗ്യ വിഷയങ്ങളെ ചർച്ച ചെയ്യുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുകളിൽ ഒരു വനിതാ ജിംനേഷ്യം നമ്മൾ ഒരു വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ജില്ലാ പഞ്ചായത്തിന് 5 ലക്ഷം രൂപ കിട്ടി. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഉപകരണങ്ങളും ഏകദേശം 20 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ആ കെട്ടിടത്തിന്റെ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏകദേശം 100ഓളം വനിതകൾ ഇന്ന് ആരോഗ്യ കേന്ദ്രത്തെ മറ്റേ ജിംനേഷ്യത്തെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള
യോഗ ക്ലാസ്സുകൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ യോഗ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. കരാത്തെ, ജൂഡോ പോലുള്ള ആയോധന കലകൾ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രൊജക്ടുകൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഗ്രൗണ്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA ഫണ്ടും സ്പോർട്സ് കൗൺസിലിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1 കോടി രൂപ വെച്ചുകൊണ്ടാണ് വേലൂരിന്റെ ഗ്രൗണ്ട് നവീകരണം പൂർത്തീകരിച്ചത്. ഇപ്പൊ അവിടെ ഒരു വനിതാ ഫുട്ബോൾ ടീമാണ് നമ്മൾ ഈ വർഷത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യ മേഖലയിൽ വേലൂർ പഞ്ചായത്ത് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും നല്ല ആശുപത്രിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പം അവാർഡുകൾ നമ്മൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ നമ്മുടെ ഈ ആശുപത്രിക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു രോഗി പരിചരണ കേന്ദ്രമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് മാലിന്യ മേഖല ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റിന്റെ പദ്ധതിയായ ഈ മാലിന്യ സംസ്കരണ പദ്ധതികൾ ഏറ്റെടുക്കുകയും നമ്മുടെ പഞ്ചായത്തിൽ ഒരു വലിയ ഒരു കെട്ടിടത്തോടു കൂടി ഒരു MCF പൂർത്തീകരിക്കുകയും എല്ലാ വാർഡുകളിലും മിനി MCFകൾ പൂർത്തീകരിക്കുകയും എല്ലാ വാർഡിലും 2 ഹരിത കർമ്മസേനാംഗങ്ങളെ നിയോഗിച്ചുകൊണ്ട് വീടുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും അവരുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് നമ്മൾ സ്വീകരിക്കുകയും അത് 2 വണ്ടികൾ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രാമസുന്ദരി എന്ന പേരിട്ടുകൊണ്ട് 2 വണ്ടിയുണ്ട് ഇവിടെ. അത് ഈ വനിതകൾക്ക് തന്നെ പരിശീലനം നൽകിക്കൊണ്ട് അവർ തന്നെയാണ് അതിന്റെ ഡ്രൈവിംഗ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രൊജക്ട് വെച്ച് പഞ്ചായത്ത് നൽകുകയാണ്. മാത്രമല്ല ഈ പണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന 2-3 ടൺ മാലിന്യമാണ് പ്രതിമാസം നമുക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഏകദേശം 15ഓളം ടണ്ണ് മാലിന്യത്തിലേക്ക് അതിന്റെ ഉയർന്നിട്ടുണ്ട്. ഏകദേശം 80% ആളുകൾ ഹരിതകർമ്മ സേനയെ സഹകരിക്കുകയും യൂസർ ഫീ നൽകുകയും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ ഉയർന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും നമ്മളായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ 2 മാസമായി തെരുവുകൾ വൃത്തിയാക്കുക എന്നുള്ളതിന്റെ ഭാഗമായി 10ഓളം ആളുകളെ ശുചീകരണ തൊഴിലാളികളെ വെച്ചുകൊണ്ട് തെരുവുകൾ വൃത്തിയാക്കുന്നുണ്ട്. ഏകദേശം 50ഓളം ബോട്ടിൽ ബൂത്തുകൾ ഈ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നമ്മൾ വെക്കുകയും അത് ബോട്ടിലുകൾ കളക്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും പലയിടത്തും മാലിന്യങ്ങൾ ക്രമാതീതമായി ഡംപ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം നമ്മൾ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ MCFൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുകയും പുതിയ കെട്ടിടങ്ങൾ കൊണ്ടുവരും. ബെയിലിംഗ് മെഷീൻ നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിന് അനുബന്ധമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് പഞ്ചായത്ത് ജില്ലയിൽ തന്നെ നല്ലൊരു മികച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. 100% വീടുകളിലും എത്തുന്ന എല്ലാ മാസവും പ്രതിമാസം എത്തുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഒട്ടേറെ പഞ്ചായത്തിനുണ്ട്. ഏകദേശം എത്ര ശതമാനം സംഖ്യ അവർക്ക് മാറ്റിവെക്കുന്നു തന്നെ നമ്മുടെ ബഡ്ജറ്റിലുള്ളതാണ്. അതിന്റെ ഭാഗമായി മാത്രമല്ല ആ മേഖലയിലുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികളാണ് ഗവൺമെന്റ് പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ വിവിധങ്ങളായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത് അത്തരത്തിലുള്ള സംരംഭക ഒരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഉയർന്നു വരാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റതല്ല നമ്മുടെ വ്യവസായ പഞ്ചായത്തിലുണ്ട്. അവരെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അയൽക്കൂട്ടങ്ങളെയും ഗ്രൂപ്പുകളെയും പ്രൊമോട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രൊജക്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഈ ഹരിതകർമ്മസേന എന്നെ ഒരു പ്രൊജക്റ്റാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഒട്ടേറെ പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് നമ്മുടെ ബഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം നമുക്ക് ഭിന്നശേഷി മേഖലയിലുണ്ട്. അവിടുത്തെ അമ്മമാരെ വെച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് വേണ്ട സെയിലിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയും അവർക്കൊരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേലൂർ കുടുംബാരോഗ്യത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ കിയോസ്ക് രൂപീകരിച്ച് അതൊരു വനിതാ സംരംഭകർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേലൂർ ഹൈസ്കൂളിൽ അത്തരമൊരു സംരംഭത്തിന് വേണ്ടി പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതകൾക്ക് വേണ്ടിയുള്ള നേരത്തെ പറഞ്ഞ യോഗയും കരാട്ടയും പോലുള്ള ഒട്ടേറെ പ്രൊജക്ടുകൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അത് മെൻസ്ട്രൽ കപ്പ് അവരുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മെൻസ്ട്രൽ കപ്പ് ഏകദേശം കഴിഞ്ഞ വർഷത്തിൽ തന്നെ നമ്മുടെ 1000ഓളം ആളുകൾക്ക് മെൻസ്ട്രൽ കപ്പ് കൊടുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു കലോത്സവം ഒരു ദിനം ഫുൾ നിൽക്കുന്ന തരത്തിലേക്ക് വനിതാ കലോത്സവം ഈ വർഷത്തിൽ നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു.
നമുക്ക് അത്ര വലിയൊരു പ്രദേശങ്ങളോ അല്ലെങ്കിൽ പ്രശ്നബാധിത പ്രദേശങ്ങളോ നമുക്കില്ല. പലപ്പോഴും നമുക്ക് കഴിഞ്ഞ പ്രളയത്തിലൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഡ്രെയിനുള്ള സംവിധാനങ്ങൾ ഒക്കെ നമ്മൾ പൂർത്തീകരിച്ചു. കൽവെട്ടുകളൊന്നും ഇല്ലാത്തവർക്ക് പുതിയ കൽവെട്ടുകൾ നിർമ്മിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുഴയിലെ മാലിന്യങ്ങൾ വന്ന് അടഞ്ഞ് പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതികൾ ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നമുക്ക് ഇവിടെ അത്തരം ഒരു സേനയെ സന്നദ്ധമാക്കുകയും ഏത് സമയത്തും ആ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പരിശീലനം നൽകുകയും അവർക്ക് വേണ്ട ഉപകരണങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കോടശ്ശേരി കുന്നിന്റെ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ വിവിധ ഉയർന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ട് പരിശീലനം നടത്തുകയും അത്തരം പ്രശ്നങ്ങളില്ലാത്ത ഒരു പ്രദേശമായി അതിനെ അവർ വിലയിരുത്തുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വലിയൊരു പ്രശ്ന ബാധിത ഒരു പ്രദേശമല്ല വേലൂര് എന്നുള്ളതാണ്. ഞങ്ങൾ വേലൂരിൽ കിടായി ഡാമിനോട് ചേർന്നിട്ട് വലിയൊരു ടൂറിസ്റ്റ് സംവിധാനം ഒരുക്കണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അതൊരു പദ്ധതിയായി ആവിഷ്കരിക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമുക്ക് വയോജനങ്ങൾക്ക് വന്നിരിക്കാനും സംവിധാനത്തിനൊക്കെ ആയിട്ട് കിലാരൂരിൽ ഒരു പാർക്ക്, ചെറിയൊരു പാർക്ക് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതൊരു ഓപ്പൺ ജിമ്മോ എന്നുള്ള രീതിയിലും കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, മുട്ടിക്കൽ ചിറ എന്നുള്ള കേച്ചേരി പുഴയുടെ ഭാഗത്ത് ഒരു ഡാം, ഒരു ഷട്ടർ ഇട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അവിടെ ചെറിയൊരു ആളുകൾക്ക് വന്നിരിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം ഒരുക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഭിന്നശേഷി മേഖലയിലാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള വിവിധ ഉപകരണങ്ങൾ, ക്യാമ്പുകൾ, അത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കേന്ദ്രം, തളിർ ബഡ്സ് റീഹബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് വേലൂർ ആശുപത്രിക്ക് പിന്നിലുള്ള ഏകദേശം 30 സെന്റോളം സ്ഥലത്ത് നമ്മൾ വലിയൊരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിൽ ഇന്ന് ഏകദേശം 30ഓളം കുട്ടികൾ അവിടെ വരുന്നുണ്ട് പ്രതിദിനം. അവർക്ക് വരാനും പോകുന്നതിനുള്ള ബസ് സൗകര്യങ്ങളും, അതുപോലെ തന്നെ അവിടെ 2 ആയമാരെയും, ആയമാരെ കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അമ്മമാരെ തന്നെയാണ് നമ്മൾ അവിടെ ആയമാരായിട്ട് നിയമിച്ചിട്ടുള്ളത്. മറ്റൊരു ടീച്ചറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട എല്ലാവിധ പരിശീലനങ്ങളും നൽകുന്നു. അവിടുത്തെ സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കാർഷിക മേഖലയിൽ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതുപോലെ തന്നെ പൂക്കൃഷി, പച്ചക്കറി കൃഷി, അതൊക്കെ ഒരു തെറാപ്പിയുടെ ഭാഗം കൂടി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് മ്യൂസിക്, അതുപോലെ തന്നെ ഡാൻസ് എന്നുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പോർട്സ് മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഒരു റിട്ടയർഡ് കായികാധ്യാപകന്റെ സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, അവിടെ വിവിധങ്ങളായ കോഴ്സുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും ഇന്ന് കുട്ടികൾ LED പരിശീലനം നൽകിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ബൾബുകളും അതുപോലെ തന്നെ സ്റ്റാറുകളും നിർമ്മിക്കുന്നുണ്ട്. അത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ വരുമാനം കുട്ടികൾക്കാണ് നൽകുന്നത്. നമുക്ക് കുട്ടികൾക്ക് ഫ്രൂട്ടും ഒക്കെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ക്വാഷ്, ജാം, അത്തരം ഉൽപ്പന്നങ്ങൾ കുട്ടികൾ നിർമ്മിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ ആ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിവിധ ജില്ലാ ഭരണകൂടത്തിന്റെ സപ്പോർട്ടോടുകൂടി അവിടെയും അതുപോലെ തന്നെ വിവിധ ഉത്സവങ്ങളിലൊക്കെ തന്നെ അവർ സ്റ്റാൾ ഇട്ടുകൊണ്ട് വിൽപ്പന നടത്തുന്നു. പോലീസ്, അമല ഹോസ്പിറ്റല്, അത്തരം വലിയ സ്ഥാപനങ്ങളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിൽപ്പന നടത്തുകയും അവർക്ക് വരുമാനം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കൂടുതൽ ഈ മേഖലയിലെ ഒരു കേന്ദ്രമാക്കി അതിനെ ഉയർത്തണം എന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ തെറാപ്പികൾ കൂടുതൽ അവിടെ കൊണ്ടുവരാനും കുട്ടികൾക്ക് നൽകാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേലൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്താണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്താണ് വേലൂര്. അപ്പൊ ആ രീതിയിലേക്ക് ഞങ്ങൾ ഉയർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമുക്ക് എല്ലാ 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാരെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് അതിന് വരുമാനം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ കുട്ടികളെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ക്ലബ് ചെയ്തുകൊണ്ട് അതിന്റെ വരുമാനം കൂടി കുട്ടികൾക്ക് നൽകുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടി ശ്മശാനം നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് പൂർത്തീകരണ ഘട്ടത്തിലാണ്. നമ്മുടെ പഞ്ചായത്ത് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് ഇതൊരു റെന്റ് ബിൽഡിങ്ങിലാണ്. തൊട്ടടുത്താണ് നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3.5 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ്. ഇപ്പൊ ഈ മാർച്ചോടുകൂടി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അത് കൂടുതൽ ആളുകളിലേക്ക് സേവനം എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ അത്തരം പദ്ധതികളെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.